എന്തായാലും ഞാനും നിങ്ങളുടെ അച്ഛനോട് ഈ വീട്ടിൽ ഒത്തുപോകത്തില്ല. ദേ ദേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിടിക്കേ, ആ കള്ളക്കളവനെല്ലാം വന്നിന്ന് പാത്തു നിന്ന് കേൾക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രൈവസി ഉണ്ടോ? നിന്നെ പിരിഞ്ഞിരിക്കാന് അച്ഛന് ബുദ്ധിമുട്ട, എങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നേരെ. എടി നീ ഒന്ന് നിർത്തടി. ഇത് എപ്പ തുടങ്ങിയത് എന്റെ ഈ ചെവി തിന്നാൻ? ഞാനെന്തോ ചെയ്യാനാ ഇപ്പം? എന്തോ ചെയ്യാനാന്ന് ചോദിച്ചാലേ എന്നെ കൊണ്ട് പറ്റത്തില്ല കിളവനെ നോക്കാന്. എവിടെങ്കിലും കൊണ്ട് കളയാൻ ഞാൻ കുറെ നാളായിട്ട് പറയൂല്ലയോ. എടി എന്റെ അച്ഛനെ കൊണ്ട് നിനക്ക് എന്താ ഈ ബുദ്ധിമുട്ട്? നിനക്ക് ഇത്ര പ്രശ്നം എന്താ? ഈ വീട്ടിലെ മൊത്തം പണിയും പുള്ളി ചെയ്യുന്നത്, നീ എന്തോ ചെയ്യുന്നത്? ഓ പിന്നെ അടുക്കള കയറി എന്തെങ്കിലും ചെയ്യുന്ന പിന്നെ ആരാ? നിങ്ങളുടെ തന്തയാണോ? എന്തോന്നാ ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത്? ആകെ ആ 2-3 ചെടിക്ക് വെള്ളം ഒഴിക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആ സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടും. ഇതാണോ ഇവിടുത്തെ പണി? അടുക്കള കയറി വല്ലതും വെച്ചുണ്ടാക്കുന്നത് ഞാൻ തന്നെയാ. ആ കിളവനങ്ങനെ മെലിഞ്ഞിരുന്നാലെന്താ, 10 പേർക്കുള്ള ഫുഡ് ഒറ്റയടിക്ക് തിന്നും. എൻ്റെ അമ്പോ വെച്ചും വിളമ്പി എൻ്റെ എവിടെങ്കിലും കൊണ്ട് വിട്ടോണം. അങ്ങനെ ഇവിടെ എന്തായാലും പറ്റത്തില്ല. എന്റെ അച്ഛനെ കൊണ്ട് കളയുന്ന കാര്യം നീ ആലോചിക്കണ്ട. നിന്റെ അച്ഛൻ വരുമ്പോ ഇതൊന്നും അല്ല കാണുന്നത്. നിന്റെ അച്ഛനെ കൊണ്ടുവിടാൻ പറഞ്ഞ വിടുവോ? എൻ്റെ അച്ഛനെ അങ്ങനെ വൃദ്ധസാനത്തിലൊന്നും കൊണ്ടുവിടേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനെ കൊണ്ടാ എനിക്കിവിടെ ഒരു സമാധാനം ഇല്ലാത്ത. അങ്ങേരെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഒന്നുകിൽ ഞാൻ മതി ഈ വീട്ടിൽ, അല്ലെങ്കിൽ അങ്ങേര്. 2 പേരിൽ ആരെങ്കിലും ഒരാൾ മതി. എന്തായാലും ഞാനും നിങ്ങളുടെ അച്ഛനോട് ഈ വീട്ടിൽ ഒത്തുപോകത്തില്ല. ദേ ദേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിടിക്കേ, ആ കള്ളക്കളവനെല്ലാം വന്നിന്ന് പാത്തു നിന്ന് കേൾക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രൈവസി ഉണ്ടോ? ഒന്നുകിൽ നിങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ ഞാൻ. 2-ൽ ഒരാൾ മതി ഇവിടെ. അച്ഛാ, അവള് പറഞ്ഞെല്ലാം കേട്ടു എനിക്ക് മനസ്സിലായി. എന്തോ ചെയ്യാൻ അച്ഛാ, എൻ്റെ അവസ്ഥ അതായിപ്പോയി. അവളുടെ അച്ഛൻ്റെ കമ്പനി മൊത്തം നോക്കി നടന്നു ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ഈ 10 പൈസ ഉള്ളത്. അച്ഛൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണം. അച്ഛൻ അറിയാമല്ലോ, അവളോട് തെറ്റിപ്പറിഞ്ഞ ആ കമ്പനി എൻ്റെ കയ്യിൽ പോകും. പിള്ളേരെ വളർത്താനും ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടും. എൻ്റെ പൈസയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അച്ഛൻ എന്തായാലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് തരാം. അച്ഛൻ്റെ മോനല്ലേ, പ്ലീസ്. എടാ നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, എൻ്റെ കൂട്ടുകാരനൊരു വൃദ്ധസാധനമുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു 2-3 വർഷം അച്ഛനോടൊപ്പം നിൽക്കണം. മാസത്തിൽ ഞാൻ പൈസയും അയച്ചു തരാം. അച്ഛനെപ്പോലെ ഒത്തിരി പേരുണ്ട് അവിടെ. അച്ഛന് ബോറടിക്കത്തേ ഇല്ല. അച്ഛൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മോനെ, നീ ഇങ്ങനെ എൻ്റെ കാല് പിടിക്കരുത്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമേ നീയേ ഉള്ളായിരുന്നു എനിക്കൊരു കൂട്ട്. നിന്നെ പിരിഞ്ഞിരിക്കാന് അച്ഛന് ബുദ്ധിമുട്ട, എങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നേരെ. സമയം കളയണ്ട, ചെൽ, വണ്ടി എടുക്ക.
എന്തായിരുന്നു? വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിനെ, രാജേഷ് സാറിനെയാണോ? സാറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ശരി. പേരെന്താ അച്ഛാ? പേര് രഞ്ജിത്ത്. വയസ്സ്? 38. അച്ഛ എന്റെ പേരും വയസ്സും അല്ല ചോദിച്ചത്, അച്ഛന്റെ പേരും വയസ്സുവാ. അച്ഛന്റെ പേരും വയസ്സും പറഞ്ഞോളൂ അച്ഛൻ. എന്തിനാ ഞാൻ നിന്നെ ആക്കാനാവുന്നത് അവിടെ? എനിക്ക് അവിടെ ഒന്നാന്തരം വീടും ബസ് കിടപ്പുണ്ട്. ഞാൻ അവിടെ താമസിക്കും, നീ ഇവിടെ താമസിക്കും. നിനക്കേ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് വല്ല ഉണ്ടെങ്കിലുണ്ടല്ലോ, നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് അവളെ വേണ്ടി പോയി താമസിക്കണം. ഏലാൽ എന്റെ വീടിന്റെ പരിസരത്തിന്റെ കണ്ടതുണ്ടല്ലോ, നിന്റെ മുട്ടുകാലെ ചവിട്ടി ഓടിക്കും. മോളെ ഞാൻ പോവാ.